പ്രധാനമന്ത്രിയെയും മാതാവിനെയും നവമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ കേസെടുത്ത കോഴിക്കോട് സൈബർ പോലീസ്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിന്റെ പരാതിയിലാണ് കേസ്. കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, അതായത് പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അങ്ങേയറ്റം മോശമായ ഭാഷയിൽ അവഹേളിക്കുകയായിരുന്നു ഈ ജാൻമണിദാസ്. എന്തായാലും ഇപ്പോൾ നവ്യ ഹരിദാസിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമണിക്കെതിരെ കലാപാഹ്വാനത്തിനാണ് കോഴിക്കോട് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച് 6 മാസം മുതൽ 5 വർഷം വരെ ഈ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ജാൻമണി ചെയ്തിരിക്കുന്നത്. ഈ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് കോഴിക്കോട് സൈബർ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഇനി ഉടൻ തന്നെ ഈ ജാൻമണിക്ക് നോട്ടീസ് ലഭിക്കും. ഈ നോട്ടീസ് ലഭിച്ചാൽ ചോദ്യം ചെയ്യലിന് കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ജാൻമണി എത്തേണ്ട സാഹചര്യം ഉണ്ടാവും. അതിനു മുൻപ് ജാൻമണി ഒരുപക്ഷെ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ഈ ജാൻമണിക്ക് എതിരെ ഈ കോഴിക്കോട്ടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് മഹിളാ മോർച്ച പ്രവർത്തകർ സമാന പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതിക്കൊപ്പം തന്നെ ജാൻമണിയുടെ വീഡിയോ സഹിതമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ ജാൻമണിക്കെതിരെ പരാതി ലഭിച്ച സാഹചര്യത്തിൽ ഈ പരാതികളൊക്കെ ഒരേ പരാതി ആയതുകൊണ്ട് തന്നെ അത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറാനുള്ള സാധ്യതയാണ് ഉള്ളത്. നിലവിൽ കോഴിക്കോട് നൽകിയിരിക്കുന്ന പരാതികളിൽ കോഴിക്കോട് സൈബർ പോലീസ് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നൽകിയ പരാതി കൂടി ഈ സ്റ്റേഷനിലേക്ക് കൈമാറാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ജാൻമണിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അതിരൂക്ഷമായിട്ടുള്ള അവഹേളിക്കുന്ന മോശം പരാമർശങ്ങളാണ് ജാൻമണി നടത്തിയിരിക്കുന്നത്. അന്ന് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ വിഷയത്തിൽ ജാൻമണിക്കെതിരെ അതിശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് BJP യുവമോർച്ച പ്രവർത്തകരൊക്കെ അന്ന് തന്നെ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് മഹിളാ മോർച്ച പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് കലാപാഹ്വാനത്തിന് ജാൻമണിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശരി അനഘ, എന്തായാലും പ്രധാനമന്ത്രിക്കെതിരെ എന്നല്ല ഒരാൾക്കെതിരെയും ഇത്തരം മോശം പരാമർശങ്ങൾ പറയാൻ പാടില്ല. കാരണം അങ്ങേയറ്റം അവഹേളനമാണ് ഈ ജാൻമണി നടത്തിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നവ്യ ഹരിദാസിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ നടപടികളിലേക്ക് പോലീസ് പോകേണ്ടി വരും. കാരണം പരാതികൾ ഇങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി എത്തും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനഘയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.